നമസ്കാരം. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം വാഹനം എടുക്കുമ്പോൾ പലപ്പോഴും കാറ് നിന്ന് പോകാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിന്ന് പോകുന്നത്, അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കോൺഷ്യസായിട്ട് ശ്രദ്ധിക്കുവാണെങ്കിൽ വാഹനം ഓഫായി പോകില്ല. ഒരു പ്രാക്ടീസ് ആവുന്നിടം വരെ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് കാലം ഓടിച്ചതിന് ശേഷം, ഒരു പ്രാക്ടീസ് ആയതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും, ഒരു സബ് കോൺഷ്യസ് ആയിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ വാഹനം ഓഫാകില്ല. അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഓഫായി പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലച്ച്, അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുമ്പിലേക്ക് എടുക്കുമ്പോൾ ക്ലച്ച് വളരെ പെട്ടെന്ന് റിലീസ് ചെയ്യും. അന്നേരം വാഹനം ഒരു ജെർക്കോടുകൂടി അന്നേരം തന്നെ അങ്ങ് ഓഫായി പോകാറുണ്ട്. അപ്പോൾ വാഹനം ഫസ്റ്റിൽ നിന്ന്, അതായത് നിർത്തിയിട്ടിട്ട് എടുക്കുമ്പോൾ ക്ലച്ച് വളരെ സ്മൂത്തായിട്ട് സ്ലോ ആയിട്ട് വേണം ക്ലച്ച് റിലീസ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്യുവാണെങ്കിൽ വാഹനം ഓഫായി പോവും. അടുത്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാഹനം നിർത്തുമ്പോൾ അല്ലെങ്കിൽ സ്ലോ ചെയ്യുമ്പോൾ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാൻ മറന്നു പോകും. അതായത് മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മളൊരു തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിലായിരിക്കും പോകുന്നത്. അപ്പോൾ മുമ്പിലൊരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സിഗ്നൽ കണ്ടു. നമ്മൾ വാഹനം ബ്രേക്ക് അമർത്തി സ്ലോ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ആ സിഗ്നൽ അല്ലെങ്കിൽ ആ ബ്ലോക്ക് ക്ലിയർ ആകുമ്പോൾ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാതെ, അതായത് ഫസ്റ്റ് ഗിയർ ഇടാതെ നമ്മൾ ആ തേർഡ് ഗിയർ അല്ലെങ്കിൽ ഫോർത്ത് ഗിയർ, ഏത് ഗിയറിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയെന്ന് വെച്ചാൽ ആ ഗിയറിൽ തന്നെ വാഹനം നമ്മൾ മുമ്പിലേക്ക് എടുക്കും. അന്നേരവും വാഹനം പെട്ടെന്ന് ജെർക്കായിട്ട് ഓഫായി പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും വാഹനം നിർത്തുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുക. അതായത് വാഹനം എടുക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വേണം എടുക്കേണ്ടത്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ നിന്നും വാഹനം നമ്മൾക്ക് മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ അന്നേരം ക്ലച്ചിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾക്ക് അമർത്തേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇടുക. ശ്രദ്ധിക്കുക, മുമ്പിൽ എപ്പോഴും എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ സിഗ്നൽ വന്നു, വാഹനം നിർത്തേണ്ടി വന്നു, നിങ്ങൾ ഏത് ഗിയറിലായാലും ട്രാവൽ ചെയ്യുന്ന, ഒരു തേർഡോ ഫോർത്തിലോ ഒക്കെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ ഗിയർ വാഹനം എടുക്കുന്നതിന് മുന്നേ ഗിയർ ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് വേണം വാഹനം എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ വാഹനം ഓഫായി പോവില്ല. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്പീഡിനനുസരിച്ച് ഗിയർ ചേഞ്ച് ചെയ്യാത്തതാണ്. അതായത് വാഹനം സ്ലോ സ്പീഡിലായിരിക്കും നമ്മൾ ഹയർ ഒരു ഗിയർ, അതായത് കൂടുതൽ ഗിയറിലേക്ക് അറിയാതെ ഷിഫ്റ്റ് ചെയ്തു പോകും. അതായത് സെക്കൻഡ് ഇടേണ്ടതിന് പകരം നമ്മൾ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ആയിരിക്കും ഇടേണ്ടത്. അതായത് സ്ലോ സ്പീഡിൽ ഹയർ ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യുവാണെങ്കിലും വാഹനം ഓഫായി പോകും. ഇത് പലപ്പോഴും നമ്മൾക്ക് ആ ഒരു ഗിയർ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്നൊരു തിട്ടം വരാത്ത ഒരു കാരണം കൊണ്ടാണ്. നമ്മൾ പെട്ടെന്ന് ഫസ്റ്റിൽ നിന്ന് വാഹനം എടുക്കും, സെക്കൻഡ് ഇടേണ്ടതിന് പകരം തേർഡ് ഇട്ട് പോകും അല്ലെങ്കിൽ ഫോർത്ത് ഇട്ട് പോകും അറിയാതെ. അന്നേരവും വാഹനം ഓഫാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ എങ്ങനെ ഗിയർ മാറ്റി പ്രാക്ടീസ് ചെയ്യാവുന്ന ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾ ആ വീഡിയോയിൽ കാണുക. അപ്പോൾ വാഹനം നിർത്തിയിട്ടതിന് ശേഷം നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു തിട്ടം വരും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സ്പീഡിൽ, അതായത് ലോ സ്പീഡിൽ ഹയർ ഗിയർ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ വാഹനം ഓഫായി പോകും. അപ്പോൾ ഗിയർ തിട്ടം വരുവാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഒഴിവാക്കാം. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് വാഹനം പിന്നെ ഓഫാകില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു സ്ലോപ്പ് ആകട്ടെ, സ്ലോപ്പ് എന്തിന്, ഫസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ വാഹനം എടുക്കുമ്പോൾ മിക്ക വാഹനങ്ങളും ആക്സിലറേറ്റർ കൊടുക്കാതെ തന്നെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ മുമ്പിലേക്ക് മൂവ് ആകാൻ തുടങ്ങും. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യും. വാഹനം ഒന്ന് മൂവ് ആകാൻ തുടങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലച്ചിൻ്റെ മുകളിൽ നിന്ന് കാല് റിലീസ് ആകും. അതായത് ക്ലച്ച് പെട്ടെന്ന് നമ്മൾ റിലീസ് ചെയ്യും. അന്നേരം വാഹനം നിന്ന് പോകും. അപ്പോൾ ക്ലച്ച് പയ്യെ റിലീസ് ചെയ്യുമ്പോൾ വാഹനം മൂവ് ആകാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിൻറ്റിൽ ക്ലച്ചിനെ ഒന്ന് ഹോൾഡ് ചെയ്യണം. അല്ലാതെ വാഹനം മൂവ് ആകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലച്ച് റിലീസ് ചെയ്യുവാണെങ്കിൽ വാഹനം ഓഫായി പോകും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ക്ലച്ചിൽ നിന്ന് നമ്മൾ
കാലെടുക്കുമ്പോൾ വാഹനം മുമ്പിലേക്ക് മൂവ് ആകാൻ തുടങ്ങും. അപ്പോൾ ആ മൂവ് ആവുന്ന പോയിൻറ്റിൽ അപ്പോൾ തന്നെ നിങ്ങൾ ക്ലച്ച് ഫുള്ളായിട്ട് റിലീസ് ചെയ്യരുത്, അതായത് ഫുള്ളായിട്ട് ക്ലച്ച് വിടരുത്. വാഹനം മൂവ് ആകാൻ തുടങ്ങുമ്പോൾ ആ ഒരു പോയിൻ്റ്, അതായത് ആ ഹാഫ് ക്ലച്ച് പോയിൻറ്റിൽ നിങ്ങൾ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യണം ക്ലച്ചിനെ ആ പൊസിഷനിൽ തന്നെ. അന്നേരം വാഹനം മൂവ് ആകാൻ തുടങ്ങും. എന്നിട്ട് നിങ്ങൾ പയ്യെ റിലീസ് ചെയ്യുക ക്ലച്ച്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സ്ലോപ്പിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ ഫസ്റ്റിൽ നിന്നാകട്ടെ വാഹനം എടുക്കുമ്പോൾ വാഹനം ഓഫായി പോകില്ല. ഇനിയും അടുത്ത ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, വാഹനം സ്ലോ ആകുമ്പോൾ നമ്മൾ ക്ലച്ച് അമർത്താറില്ല, അല്ലെങ്കിൽ നമ്മൾ ക്ലച്ച് അമർത്തുന്നത് ഏറെ ഡിലേ ചെയ്തിട്ടായിരിക്കും. അന്നേരത്തേക്ക് വാഹനം ഓഫായി പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വാഹനം സ്ലോ ആവുമ്പോൾ ക്ലച്ച് അമർത്തുക, അല്ലെങ്കിൽ വാഹനം നിന്നു പോകും. ഇപ്പോൾ വാഹനം ഒരു നിന്ന് പോയതിന് ശേഷമാണ് പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് പുതിയ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ക്ലച്ച് അമർത്തണമെന്ന്, അല്ലെങ്കിൽ അത് ഒരു പ്രാക്ടീസിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് കുറയുമ്പോൾ എൻജിൻ നോക്കായി ഓഫാകും. അപ്പോൾ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് നിങ്ങൾ ക്ലച്ച് ഡിപ്രസ് ചെയ്യുക, അതായത് ക്ലച്ച് അമർത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാഹനം ഓഫാകില്ല. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് കറക്റ്റ് ക്ലച്ച് ബ്രേക്ക് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വാഹനം സ്ലോ ആകുമ്പോൾ ക്ലച്ച് അമർത്തുക, അല്ലെങ്കിൽ വാഹനം ഓഫായി പോകും. ഇങ്ങനെ ഓഫാകുന്നത് ട്രാഫിക്കിലാകാം, അല്ലെങ്കിൽ ടേൺ എടുക്കുന്ന സാഹചര്യത്തിലും ആകാം. ഇപ്പോൾ ട്രാഫിക്കിലാണെങ്കിലും നമ്മൾ വാഹനം സ്ലോ ചെയ്ത് നിർത്തേണ്ടതായിട്ട് വരും. അന്നേരം നമ്മൾ ക്ലച്ച് അമർത്തിയില്ലെങ്കിൽ വാഹനം ഓഫായി പോകും. അതുപോലെ തന്നെ ടേൺ എടുക്കുമ്പോഴും നമ്മൾക്ക് ബ്രേക്ക് അമർത്തി പലപ്പോഴും വാഹനം സ്ലോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സ്ലോ ചെയ്യുന്ന പോയിൻറ്റിൽ നമ്മൾ ക്ലച്ച് അമർത്തിയില്ലെങ്കിൽ വാഹനം നോക്കായിട്ട് ഓഫായി പോകും. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും നിങ്ങൾ നെർവസ് ആകരുത്. അതായത് ബ്ലോക്കിലോ സിഗ്നലിലോ ഒക്കെ ടെൻഷൻ ആകുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യില്ല. നമ്മൾ കൺഫ്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. അന്നേരം വാഹനം ഓഫാകും. നിങ്ങളെപ്പോഴും കൂൾ മൈൻഡായിട്ട് ബാക്കിൽ ഹോണടിയൊക്കെ സ്വാഭാവികമാണ്. നിങ്ങൾ അതിനെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുക. കുറച്ചേറെ കാലം, അതായത് കുറച്ച് പ്രാക്ടീസ് വരുന്നിടം വരെ നിങ്ങൾക്ക് കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. അതായത് സ്പീഡ് സ്ലോ ആകുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നിർത്തുമ്പോൾ ഫസ്റ്റ് ഇടുക. അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് പ്രാക്ടീസ് വരുന്നിടം വരെ നിങ്ങൾക്ക് കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധയിൽ വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ബ്ലോക്കിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഈ തിക്കും തിരക്കും, ട്രാഫിക്, അല്ലെങ്കിൽ ബാക്കിലുള്ള ഹോണടി മെയിനായിട്ട് ഈ കാരണങ്ങൾ കൊണ്ട് നമ്മൾക്കറിയാം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ നെർവസ്നെസ് കാരണം നമ്മളിതൊക്കെ ചെയ്യാൻ വിട്ടുപോകും. അന്നേരം വാഹനം ഓഫായിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വീണ്ടും ഹോണടി കൂടും, വീണ്ടും കൂടുതൽ നമ്മൾ ടെൻഷനാകും. അപ്പോൾ നിങ്ങൾ അതിനെ എല്ലാം ഇഗ്നോർ ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. വാഹനം ഓടിക്കുമ്പോൾ ഒരിക്കലും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഈ മുമ്പിൽ പോയ വാഹനത്തിലൊരു വ്യക്തി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് ഞാൻ എടുത്ത് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഏറെ പ്രാക്ടീസ് ചെയ്യുക. എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക. വാഹനം ഓഫ് ആകില്ല. എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പല വീഡിയോ റിക്വസ്റ്റും ലഭിക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ ഞാൻ വേഗം തന്നെ വീഡിയോസ് ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലിടുക. ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതേപോലത്തെ ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് വേണ്ടി വീണ്ടും വളരെയേറെ നന്ദി. നമുക്ക് മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. നമസ്കാരം.